2024 നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ മുഴുവൻ സിനിമകളിൽ ഏതൊക്കെ വിജയിച്ചു, ഏതൊക്കെ നിർമ്മാതാക്കളെ കുത്തുവാളെടുപ്പിച്ചു, 2024 ആരാണ് തൂക്കിയത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാകും. പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആനന്ദ് അഗർച്ചിയുടെ സംവിധാനത്തിൽ ജനുവരി 5 തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ആട്ടം. വിനയ് ഫോർട്ട്, കലാഭവൻ ഷാജോൻ, ജെറിൻ സിയാബ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ദേശീയ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ സിനിമയ്ക്ക് ലഭിച്ചിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. 1.5 കോടി രൂപ മാത്രമാണ് കളക്ഷൻ നേടിയത്. പ്രിയാനന്ദന്റെ സംവിധാനത്തിൽ ജനുവരി 5 തന്നെ തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ദബരി കുരുവി. 2022 പൂർത്തിയായ ചിത്രമായിരുന്നു. 2024 ചിത്രം റിലീസായത്. മീനാക്ഷി, ശ്യാമിനി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. അട്ടപ്പാടിയിലെ ഗോത്ര വിഭാഗങ്ങളുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ഇത്. എന്നാൽ ഈ സിനിമക്കും വിജയിക്കാൻ സാധിച്ചില്ല. ജനുവരി 5 തന്നെ തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മാംഗോ മുറി. വിഷ്ണു രവിശക്തിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ജാഫർ ഇടുക്കി, ശ്രീനാഥ് മുരളി, സിബി തോമസ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. എന്നാൽ ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചില്ല. ഇതേ ദിവസം തിയേറ്ററിലെത്തി പരാജയപ്പെട്ട മറ്റൊരു ചിത്രമായിരുന്നു പാളയം FC. VM അനിലായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. കോട്ടയം രമേശ്, രാഹുൽ മാധവ്, ധർമ്മജൻ ബോൾഗാട്ടി, മഞ്ജു പത്രോസ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. സിനിമ നിലം തൊടാതെ പരാജയപ്പെടുകയായിരുന്നു. അതേ ദിവസം തിയേറ്ററിലെത്തി പരാജയപ്പെട്ട മറ്റൊരു ബോംബ് ചിത്രമായിരുന്നു രാസ്ത. അനീഷ് അൻവർ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. അനഘ നാരായണൻ, ആദിത്യ ആൻഡ് സുധീഷ്, സർജാനോ കാലിദ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയും പൊട്ടി. അടുത്തത് മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജനുവരി 11 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു എബ്രഹാം ഓസ്ലർ. ജയറാം, അനൂപ് മേനോൻ, അനശ്വര രാജൻ, അർജുൻ അശോകൻ, സൈജു കുറുപ്പ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് മമ്മൂട്ടിയുടെ അതിഥി വേഷമായിരുന്നു. ഈ ക്രൈം ത്രില്ലർ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഒരുപാട് നാളത്തെ ജയറാമേട്ടന്റെ പരാജയങ്ങൾക്ക് ശേഷമുള്ള വമ്പൻ തിരിച്ചുവരവായിരുന്നു ഈ ചിത്രം നേടിയത്. 2024 വർഷത്തെ ആദ്യ വിജയ സിനിമയും എബ്രഹാം ഓസ്ലർ ആയിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും 40 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടിയിരുന്നു. നമ്മുടെ മമ്മൂക്കയുടെ അതിഥി വേഷം ഈ സിനിമയുടെ വിജയത്തിന് വലിയ ഘടകമായിട്ടുണ്ട്. അടുത്തത് ജനുവരി 12 തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു കൽബ്. സാജിദ് യഹിയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. രഞ്ജിത്ത് സജീവും നേഹ നസ്രീനുമായിരുന്നു പ്രധാന വേഷത്തിൽ. സിനിമ റിലീസായപ്പോൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ OTTയിൽ ഈ സിനിമ എത്തിയപ്പോൾ ഒരുപാട് ആളുകളാണ് ഈ സിനിമയെ അഭിനന്ദിച്ചത്. അത്യാവശ്യം നല്ല സിനിമയായിട്ടും ചില ഓൺലൈൻ റിവ്യൂവേഴ്സ് ഈ സിനിമയെ തകർത്തതാണെന്ന് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നു. പക്ഷേ ഇതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചിത്രം ബോക്സ് ഓഫീസിൽ ബോംബായി മാറുകയായിരുന്നു. അതേ ദിവസം റിലീസായ മറ്റൊരു ചിത്രമായിരുന്നു ഡബിൾ ഹണ്ടർ. പ്രജിത്ത് രവീന്ദ്രനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. പ്രജിത്ത് രവീന്ദ്രനും ജിൻസൺ ജോസും ഗൗരി പാർവതി തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ നേരത്തെ പറഞ്ഞ ബോംബിനേക്കാൾ ഡബിൾ ബോംബായി മാറുകയായിരുന്നു. അതേ ദിവസം പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായിരുന്നു മായാവനം. ജഗത്ലാൽ ചന്ദ്രശേഖരനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ആദിത്യ സായി, ആമിന നിജാം, ജാഫർ ഇടുക്കി, സുധി കോപ്പ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വളരെ മോശം അഭിപ്രായം നേടി വൻ ബോംബായി മാറുകയായിരുന്നു. അതേ ദിവസം റിലീസായ മറ്റൊരു സിനിമയായിരുന്നു മൈത്രി. രാജൻ കുടവനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. തലൈ വാസിൽ വിജയും, സബിത ആനന്ദും, രാജേഷ് ഹെബ്ബാറും, കലാഭവൻ നന്ദനയുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. അതുപോലെ പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ബോംബായി മാറി. ജനുവരി 19 റിലീസായ മറ്റൊരു സിനിമയായിരുന്നു പേപ്പട്ടി. സലീം ബാവയായിരുന്നു പേപ്പട്ടി സംവിധാനം ചെയ്തിരുന്നത്. ശിവ ദാമോദരൻ, നേഹ സക്സേന, അക്ഷര നായർ, സുധീർ കരമന തുടങ്ങിയവരായിരുന്നു പേപ്പട്ടിയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ മറ്റൊരു മൾട്ടി ബോംബായി മാറി. അടുത്തത് സുനിൽ K. തിലകൻ സംവിധാനം ചെയ്ത പെരിങ്കളിയാട്ടം എന്ന സിനിമയായിരുന്നു. MS നാസർ, ഉല്ലാസ് പന്തളം, അനഘ മാധു തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും വന്നതും പോയതും ആരും അറിഞ്ഞില്ലായിരുന്നു. ഇതിനോടൊപ്പം തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു പിന്നിലൊരാൾ. സതീഷ് അനന്തപുരിയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്ത് സാഹസികം കാണിച്ചത്. സൽമാനുൽ ഫാരിസി, ആരാധ്യ സായി, നമ്മുടെ പ്രിയപ്പെട്ട IM വിജയനൊക്കെ ആയിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. സിനിമയുടെ പേര് പിന്നിലൊരാളെന്നാണെങ്കിലും ഈ സിനിമ കാണാൻ മുന്നിൽ ഒരാൾ പോലും ഇല്ലായിരുന്നു. ബോക്സ് ഓഫീസിൽ ഇതും ബോംബ് തന്നെയായി. അടുത്തത് ജനുവരി 19 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയാണ്. ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് കമൽ ഒരു സിനിമയുമായി വരുന്നത്. ഈ സിനിമയിൽ ഷൈൻ ടോം ചാക്കോ, സ്വാസിക, ഗ്രേസ് ആന്റണി, മെറീന തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. വളരെ പ്രതീക്ഷയോടെ എത്തിയ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. വിവേകാനന്ദൻ വൈറലാണ് എന്നാണ് സിനിമയുടെ പേരെങ്കിലും ഈ സിനിമ വൈറലാകാൻ സാധിക്കാതെ ബോക്സ് ഓഫീസിൽ ബോംബായി മാറുകയായിരുന്നു.
അടുത്തത് ജനുവരി 21 പുറത്തിറങ്ങിയ അന്ത്രൂതമാൻ എന്ന സിനിമയാണ്. ശിവകുമാർ ഗാംഗോലായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഹരിശ്രീ അശോകനും അനുമോളുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഹരിശ്രീ അശോകന്റെ വ്യത്യസ്തമായൊരു വേഷമായിരുന്നു ഈ ചിത്രത്തിൽ. പക്ഷേ വ്യത്യസ്തമായ വേഷമാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല, ഈ സിനിമയും പരാജയപ്പെടുകയായിരുന്നു. അനീഷ് മോഹന്റെ സംവിധാനത്തിൽ ജനുവരി 22 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹൂഡു. രൂപേഷ് പീതാംബരും ഹരികൃഷ്ണൻ സാനും ശരത് വാഡിയുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും വന്നതും പോയതും ആരും അറിഞ്ഞില്ല. അടുത്തത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രമായിരുന്നു. 2024 ആദ്യ മോഹൻലാൽ സിനിമ കൂടിയായിരുന്നു ഇത്. വമ്പൻ പ്രതീക്ഷകളോടെയായിരുന്നു ഈ സിനിമ വന്നത്. റിലീസിന് മുൻപ് വരെ ഭയങ്കര ഹൈപ്പായിരുന്നു ഈ സിനിമക്ക്. പക്ഷേ സിനിമ ബോക്സ് ഓഫീസിലെത്തിയപ്പോൾ മുടക്കിയ കാശ് പോയി. ഏകദേശം 65 കോടിക്ക് മുകളിൽ ബജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കിട്ടിയത് വെറും 30 കോടിക്ക് താഴെയാണ്. അടുത്തത് ഫെബ്രുവരി 2 തിയേറ്ററിലെത്തിയ അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയാണ്. MA നിഷാദ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഇന്റർവ്യൂ സ്റ്റാർ വിനീത് ശ്രീനിവാസൻ, മുകേഷ്, ഉർവശി, ദുർഗാകൃഷ്ണ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തു. യാതൊരു രക്ഷയില്ല. ധ്യാൻ ശ്രീനിവാസന്റെ മറ്റു സിനിമ പോലെ തന്നെ പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായം വാങ്ങി ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയൊരു ബോംബ് സൃഷ്ടിച്ചു. ഇതിനോടൊപ്പം പുറത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു കള്ളന്മാരുടെ വീട്. ഹുസൈൻ അറോണിയായിരുന്നു ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. ബിജുക്കുട്ടനും സുനിൽ സുഗതയും ബിനീഷ് ബാസ്റ്റിനുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ വന്നതും പോയതും എന്താ സംഭവിച്ചതെന്നും യാതൊരു ഐഡിയ ഇല്ല, ആരും അറിഞ്ഞില്ല. ജനുവരി 2 വന്നൊരു പാവം സിനിമയായിരുന്നു കുറിഞ്ഞി. ഗിരീഷ് കുന്നുമലായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ആവണി ആവൂസ്, അനിഷിത തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ സിനിമയും വന്നതും പോയതും ആരും അറിഞ്ഞില്ല. ഇതും പരാജയ സിനിമകളുടെ ലിസ്റ്റിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായിരുന്നു. അടുത്തത് AM സിദ്ദീഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ LLB ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്ന സിനിമയാണ്. ശ്രീനാഥ് വാസിയും അനൂപ് മേനോനും വിശാഖ് നായരും അശ്വന്ത് ലാലും ഒക്കെ ആയിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നേരത്തെ പറഞ്ഞ സിനിമകളെ പോലെ തന്നെ ബോക്സ് ഓഫീസിൽ മോശം അഭിപ്രായം നേടി വൻ പടക്കമായി മാറിയ ചിത്രമായിരുന്നു ഇത്. അടുത്തത് ഷാജോൺ കരിയാളിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മൃതഭാവെ ദ്രുതകൃത്യ എന്ന സിനിമയാണ്. പേര് പറയാൻ ഇച്ചിരി പ്രയാസമാണ്, കട്ടിയുള്ള പേരാണ്. സൂരജ് സൺ, ശ്രാവണ ടിയൻ, മറിയ പ്രിൻസ്, അറിയാവുന്ന ആര്യനതില്ലടെ ദിനേശ് പണിക്കർ, സുരേഷ് കൃഷ്ണ, സീമാജി നായർ തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട താരം സണ്ണി ലിയോണി ചേച്ചി ഈ സിനിമയിൽ ഒരു ഐറ്റം ഡാൻസിൽ വന്നിരുന്നു. പക്ഷേ സണ്ണി ലിയോന്റെ ഐറ്റം ഡാൻസ് വെച്ച് സിനിമ മാർക്കറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം ഒന്നല്ല സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയും നേരത്തെ പറഞ്ഞ ബോംബ് സിനിമകളുടെ ലിസ്റ്റിലേക്ക് നമുക്ക് മാറ്റിയിടേണ്ടി വന്നു. സഞ്ജീവ് ശിവൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഒഴുകി ഒഴുകി ഒഴുകി. സൗബിൻ ഷാഹിർ, സിദ്ധാൻഷു സഞ്ജീവ്, നരേന്, ബൈജു സന്തോഷ്, പൗളി വിൽസൺ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും പ്രതീക്ഷിച്ച പോലെ തന്നെ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു. ഒഴുകി 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 ഈ സിനിമയും എങ്ങോട്ടോ പോയി. ഇതിനിടയിൽ റിതം ബിയോണ്ട് ദ ട്രൂത്ത് എന്നൊരു സിനിമ പുറത്തിറങ്ങിയിരുന്നു. ലാൽജി ജോർജ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഷാജു ഷാൻ, സോണിയ മൽഹാർ, ആദിത്യ ജ്യോതി തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. ഈ സിനിമയും നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച പോലെ തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. എല്ലാ സിനിമയും തുടരെ തുടരെ പരാജയപ്പെടുകയാണ്. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വിജയിക്കണമെങ്കിൽ സിനിമ നന്നാക്കണം. ഇതേപോലത്തെ മറ്റൊരു പരാജയ ചിത്രമാണ് ജെറി. അനീഷ് ഉദയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. കോട്ടയം നസീറും പ്രമോദ് വെളിയനാടും കുമാർ സാധുവും ഒക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നു പരാജയമായി മാറി. അടുത്തത് ഡാർവിൻ കുര്യാക്കോസിന്റെ സംവിധാനത്തിൽ ഫെബ്രുവരി 9 പുറത്തിറങ്ങി ടൊവിനോ തോമസ് നായകനായെത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രമായിരുന്നു. ടൊവിനോ തോമസിനെ കൂടാതെ സിദ്ദിഖ്, ബാബുരാജ്, സാദിഖ്, ഷമ്മി തിലകൻ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. പോലീസ് പ്രൊസീജിയറൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് വളരെ നല്ല അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ഏകദേശം 8 കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 40 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. 2024 ടൊവിനോ തോമസിന്റെ ആദ്യ റിലീസ് കൂടിയായ അന്വേഷിപ്പിൻ കണ്ടെത്തും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു. അടുത്തത് ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രേമലു എന്ന സിനിമയായിരുന്നു. നെസ്ലിൻ ഗഫൂറും മമിത ബൈജുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമ 9 കോടിക്കാണ് നിർമ്മിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 136 കോടി രൂപ ഈ സിനിമ നേടി. 2024 ആദ്യ 100 കോടി ക്ലബ് അടിച്ച സിനിമ കൂടിയായിരുന്നു പ്രേമലു. ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഈ സിനിമയുടെ 2ാം ഭാഗം വരുമെന്നുള്ള കാര്യവും ഏകദേശം ഉറപ്പായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഫെബ്രുവരി 15 രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായെത്തുന്ന ഭ്രമയുഗം എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. മമ്മൂക്കയോടൊപ്പം അർജുൻ അശോകനും സിദ്ധാർത്ഥ ഭരതനുമായിരുന്നു പ്രധാന വേഷത്തിൽ. തികച്ചും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ഈ സിനിമ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് നേടിയത്.
വെറും 5 പേര് മാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. 27 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 85 കോടി കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടി. പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഇതിനോടൊപ്പം പുറത്തിറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു അന്ധകാര. വാസുദേവ് സനൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദിവ്യ പിള്ളയും ചന്തുനാഥും മെറീന മിഖായിലുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമ പ്രതീക്ഷിച്ച പോലെ തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയും സിനിമ അന്ധകാരത്തിലേക്ക് പോവുകയുമായിരുന്നു. ഈ കൂട്ടത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു മനസ്സ്. ബാബു തിരുവല്ലയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. മനോജ് കെ ജയനും ഷീലു എബ്രാഹാമും അശോകനുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. സിനിമയുടെ പേര് പോലെ തന്നെ, പക്ഷേ ഈ സിനിമ കാണാൻ ആർക്കും മനസ്സിലായിരുന്നു. അടുത്തത് റിയാദ് ഷെരീഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ബിജു മേനോനും ഷൈൻ ടോം ചാക്കോയും പ്രധാന വേഷത്തിലെത്തിയ തുണ്ട് എന്ന ചിത്രമായിരുന്നു. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ തുണ്ട് പടത്തിന് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഈ സിനിമയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. അടുത്തത് ഇർഫാൻ കമൽ സംവിധാനം ചെയ്ത സസ്പെക്ട് ലിസ്റ്റ് എന്ന ചിത്രമായിരുന്നു. വിനീത് കുമാർ, വൃന്ദ പിലക്കൽ, അനസ് മുഹമ്മദ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. നേരത്തെ പറഞ്ഞ ലിസ്റ്റിലേക്ക് ഏറ്റവും യോജിച്ച മറ്റൊരു സിനിമയാണ്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ മോശം അഭിപ്രായത്തെ തുടർന്ന് പരാജയമായി മാറുകയായിരുന്നു. ഫെബ്രുവരി 22-ന് ഡോൺ പാലക്കരയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഫാമിലി. വിനയ് ഫോർട്ടും ദിവ്യ പ്രഭയും മാത്യു തോമസുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. ഇതേ ദിവസം ചിദംബരത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ദീപക് പരമ്പോലൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയായിരുന്നു ഈ സിനിമ പുറത്തിറക്കിയിരുന്നത്. ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഈ സിനിമ വമ്പൻ വിജയമാണ് നേടിയത്. 20 കോടിക്ക് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 242 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വൻ വിജയം നേടിയിരുന്നു. ഫെബ്രുവരി 22-ന് എത്തിയ മറ്റൊരു സിനിമയായിരുന്നു അരിവാൾ. അനീഷ് പോൾ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഷൈജു ഹംസ, ജാനകി സുധീർ എന്നീ 2 പേരായിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിൽ. ഈ സിനിമക്കും വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചില്ല. ബോക്സ് ഓഫീസിൽ പരാജയമായി. ഈ സിനിമ നിർമ്മിച്ച പ്രൊഡ്യൂസർക്ക് ഈ ചിത്രം ഒരു വാളായി മാറി. അരിവാളിന് ശേഷം ഫെബ്രുവരി 23-ന് എത്തിയ ചിത്രമായിരുന്നു ചോപ്പ്. രാഹുൽ കൈമലയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. സുനിൽ മട്ടന്നൂർ, കോട്ടയം നസീർ, സരയു മോഹനൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ. ഈ സിനിമയും വന്നതും പോയതും ആരും അറിഞ്ഞില്ല. മാർച്ച് 1-ന് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ആനന്ദപുരം ഡയറീസ്. ജയ ജോസ് രാജായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ശ്രീകാന്ത്, മീന, മനോജ് കെ ജയനൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും ആരും ശ്രദ്ധിച്ചില്ല. ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. ഇതിനോടൊപ്പം വന്ന മറ്റൊരു സിനിമയായിരുന്നു കടകൻ. സജിൽ മമ്പാടായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഹക്കീം ഷാജഹാൻ, സോന ഒലിക്കൽ, ഹരിശ്രീ അശോകനൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ഈ സിനിമ നിർമ്മിച്ച പ്രൊഡ്യൂസർ കടകം മറയേണ്ട അവസ്ഥയായി. അടുത്ത സിനിമയുടെ പേരാണ് ദ സ്പോയിൽസ്. മഞ്ജിത് ദിവാകർ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. അഞ്ജലി അമീറും പ്രീതി ക്രിസ്റ്റീന പോളുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായി. ഈ സിനിമയുടെ പ്രൊഡ്യൂസറെ ഈ സിനിമ എന്തായാലും സ്പോയിൽ ചെയ്തിട്ടുണ്ടാവും. മാർച്ച് 7-ന് തിയേറ്ററിലെത്തിയ ദിലീപ് ചിത്രമായിരുന്നു തങ്കമണി. രതീഷ് രഘുനന്ദനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. തങ്കമണി സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത ഈ സിനിമയിൽ ദിലീപിനോടൊപ്പം നീത പിള്ളൈ, പ്രനിത സുഭാഷ്, മനോജ് കെ ജയൻ, അജ്മൽ അമീർ, മാളവിക മേനോനൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. വമ്പൻ പ്രതീക്ഷയിൽ തിയേറ്ററിലെത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ തകിടം മറിയുകയായിരുന്നു. വൻ പരാജയമായി മാറി. അടുത്ത സിനിമയുടെ പേര് അകത്തോ കക്കോളജിക്കൽ. വെറൈറ്റി ആയൊരു പേരാണ്. CD വെങ്കിടേഷ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. മക്ബൂൽ സൽമാനും ലിയോന ലിഷോയുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുത്താനായി ഉണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു. ഈ സിനിമയ്ക്ക് എന്തിനിറക്കിയതാണോ ബോക്സ് ഓഫീസിൽ ഇതും പരാജയപ്പെട്ടു. അടുത്ത സിനിമയുടെ പേര് എക്സിറ്റ് എന്നായിരുന്നു. മുഹമ്മദ് ഷഹീനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. വിശാഖ് നായരും റനീഷ റഹിമാനും ഹരീഷ് പേരടിയുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമ കണ്ട പ്രേക്ഷകര് സിനിമയോടും പെട്ടെന്ന് പറഞ്ഞു എക്സിറ്റ് അടിച്ചോളാൻ. ഈ സിനിമയും പരാജയം. മാർച്ച് 8-ന് ജോഷി ജോണിന്റെ സംവിധാനത്തിലെത്തിയ സിനിമയായിരുന്നു കുരുവി പാപ്പ. തൻഹ ഫാത്തിമ, വിനീത്, മുക്ത, ലാൽ ജോസ് എന്നിവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ. ഈ സിനിമയും പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചു. ചിത്രവും പരാജയപ്പെട്ടു. കുരുവി പാപ്പയോടൊപ്പം വന്ന മറ്റൊരു സിനിമയായിരുന്നു മനസാ വാച. ശ്രീകുമാർ പൊടിയനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ദിലീഷ് പോത്തനും അലക്സാണ്ടർ പ്രശാന്തും അഹാന വിനീഷുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പ്രതീക്ഷകൾ തകർത്തില്ല. ചിത്രം പരാജയപ്പെട്ടു. അടുത്ത സിനിമയുടെ പേര് ഒരു സർക്കാർ ഉൽപ്പന്നം. TV രഞ്ജിത്തായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഗൗരി ജി കൃഷ്ണനും അജു വർഗീസും സുബീഷ് സുധിയുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ പറ്റാതെ പോയി. ഫെബ്രുവരി 14-ന് എത്തിയ സിനിമയായിരുന്നു പകലിരവ്. ബെന്നി ഐനിക്കായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. പർവീൻ വാര്യരും മജാ സന്ധ്യയുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയും പ്രതീക്ഷകൾ തറക്കാതെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു മടങ്ങി.
ഉല്ലാസ് ചെമ്പന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു അഞ്ചക്കള്ളക്കോക്കാൻ. ചെമ്പൻ വിനോദ് ജോസും ലുക്മാൻ അവറാനും മണികണ്ഠാചാര്യയും ശ്രീജിത്ത് രവിയും സെന്തിൽ കൃഷ്ണയുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഏകദേശം 3 കോടി ബജറ്റ് നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കഷ്ടി 5 കോടി നേടിയിട്ടുണ്ട്. മോശമല്ലാത്തൊരു അഭിപ്രായം സിനിമയ്ക്ക് നേടിയിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കാൻ ഈ സിനിമക്കും പറ്റാതെ പോയി. മാർച്ച് 15 എത്തിയ ഒരു സിനിമയായിരുന്നു ഡയൽ 100. രതീഷ് നെടുമങ്ങാടായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. സന്തോഷ് കിയാറ്റോരും മീര നായരും അർച്ചന കൃഷ്ണയുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമ കണ്ട പ്രേക്ഷകരും സിനിമ നിർമ്മിച്ച പ്രൊഡ്യൂസറും അതിനുശേഷം 100ലേക്ക് ഡയൽ ചെയ്തു എന്നാണ് കേട്ടത്. ഈ സിനിമ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. അടുത്ത സിനിമയുടെ പേര് ഗംഗയുടെ വീട്. രാജേഷ് പുത്തൻ വീട്ടിലായിരുന്നു ഗംഗയുടെ വീട് സംവിധാനം ചെയ്തത്. ചന്ദ്രൻ പിള്ള, ശ്രീഷ സന്തോഷ്, ദേവിക നായർ ഇവർ 3ആളുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും വന്നതും പോയതും ആരും അറിഞ്ഞില്ല. എന്തിനാണോ ഈ സിനിമയൊക്കെ നിർമ്മിച്ചത്. അടുത്തത് ഇതുവരെ എന്നൊരു സിനിമയായിരുന്നു. അനിൽ തോമസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. കലാഭവൻ ഷാജോനും ലതാ സുനിലുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും വന്നതും പോയതൊന്നും ആരും അറിഞ്ഞില്ല. എന്താണോ എന്തോ. ഇതുപോലെ ആരും അറിയാതെ വന്നുപോയ മറ്റൊരു സിനിമയായിരുന്നു ജനനം 1947 പ്രണയം തുടരുന്നു. അഭിജിത്ത് അശോകനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ജയരാജ് കോഴിക്കോടും ലീല സാംസനും അനു സിത്താരയും ദീപക് പരമ്പോളുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. അടുത്ത സിനിമയുടെ പേര് ഒരു കടന്നൽ കഥ. പ്രദീപ് വേലായുധനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ജാഫർ ഇരിക്കും, നിഷാ സാരംഗും, സുധീർ കരമനയും ജോളി ചിറിയത്തും ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തി. ഈ സിനിമയുടെയും അവസ്ഥ നേരത്തെ പറഞ്ഞ സിനിമയുടെ അതേ അവസ്ഥയായിരുന്നു. അടുത്തത് AKB കുമാർ എന്ന സംവിധായകൻ പുറത്തുവിട്ട ഒരു ബോംബായിരുന്നു ബേണിംഗ് ഗോസ്റ്റ്. ബോബൻ ആലിമുടനും ജോജോ സിറിയക്കും വൈഗ റോസുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും വന്നതും പോയതൊന്നും ആരും അറിഞ്ഞില്ല. ഈ സിനിമക്കൊക്കെ എന്താ സംഭവിച്ചത്? ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. മാർച്ച് 22 എത്തിയ ഒരു സിനിമയായിരുന്നു എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന്. ഷിജു പരമ്പൂർ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. പത്മരാജ് രതീഷും റീനു സൗന്ദറും അരിട്ടോ സുരേഷും പൗളി വിൽസനുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമ ഇറങ്ങിയതും പോയതൊന്നും പ്രേക്ഷകരും അറിഞ്ഞില്ലല്ലോ. മറ്റൊരു ബോംബ് കുത്തൂട് എന്നായിരുന്നു ഈ സിനിമയുടെ പേര്. മനോജ് കെ സേതു ആയിരുന്നു സിനിമ സംവിധാനം ചെയ്തത്. സന്തോഷ് കിയാറ്റൂരും സിജി പ്രദീപും വിനോദ് മുള്ളേരിയുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയുടെ ഗതി നേരത്തെ പറഞ്ഞ സിനിമയുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു. അടുത്ത സിനിമയുടെ പേര് സീക്രട്ട് ഹോം. അഭയകുമാർ കെ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ചന്തുനാഥും അപർണദാസും ശിവദയും അനുമോഹനുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. സിനിമ ഇറക്കി സീക്രട്ടായി വെച്ചാൽ പോരാ, ഇത് പ്രേക്ഷകരെ കൂടി അറിയിക്കണം. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ബോംബായി മാറി. അടുത്തത് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി പൃഥ്വിരാജ് നായകനായെത്തിയ ആടുജീവിതം എന്ന സിനിമയായിരുന്നു. 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു ഈ സിനിമ തിയേറ്ററിലെത്തിയത്. 82 കോടി രൂപയായിരുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ്. ബോക്സ് ഓഫീസിൽ നിന്നും 160 കോടി നേടുകയും നിരവധി അവാർഡുകൾ നേടുകയും പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം നേടുകയും ചെയ്ത സിനിമയായിരുന്നു ആടുജീവിതം. മാർച്ച് 28 എത്തിയ ഒരു സിനിമയായിരുന്നു മൂന്നാം ഘട്ടം. രഞ്ജി വിജയനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. രഞ്ജി വിജയനും സിമി ജോസും ജോയ് ഈശ്വറും സാമന്ത സിജുമൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചു. ഇവരെയൊന്നും എനിക്ക് വലിയ പരിചയമില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ സിനിമയെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. വന്നതും പോയതോ എന്തായതോ എന്തോ ഒന്നും ആർക്കും അറിയില്ല. അടുത്ത സിനിമയുടെ പേര് വയസ്സെത്രയായി മൂപ്പത്തി. പപ്പൻ ടി നമ്പ്യാരായിരുന്നു ഈ സിനിമ പണിവെച്ചത്. പ്രശാന്ത് മുരളിയും ചിത്ര നായരും മഞ്ജു പത്രോസും നിർമ്മൽ പാഴാഴിയും രമ്യ സുരേഷുമൊക്കെയായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരെയും പോകുകയും ചെയ്ത് ആരും അറിഞ്ഞില്ല. ചിത്രം ഡും. അടുത്ത സിനിമയുടെ പേര് സ്വരം. ഇങ്ങനെയൊക്കെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ? അറിയാൻ പാടില്ല, ഇപ്പം കണ്ടതാണ്. നിഖിൽ മാധവായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ജോയ് മാത്യുവും കോഴിക്കോട് നാരായണൻ നായരും കവിത വൈജും മാളവിക നന്ദനും ഒക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയുടെ അവസ്ഥ എന്തായോ എന്തോ അറിയാൻ പാടില്ല. ഏപ്രിൽ 5 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബാദൽ ദ മാനിഫെസ്റ്റോ. ജി അജയ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ശ്വേത മേനോനും സലീം കുമാറും ജോയ് മാത്യുവും ഗായത്രി സുരേഷുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ശ്വേത മേനോൻ്റെ വ്യത്യസ്തമായൊരു വേഷമായിരുന്നു ഈ സിനിമയിൽ. പക്ഷേ ആ വേഷത്തിൻ്റെ കാര്യം നമ്മളാരും അറിഞ്ഞില്ല. സിനിമ വന്നതും പോയതും അറിഞ്ഞില്ല. ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഒരു പരാജയമായി മാറി. അടുത്തത് ചാപ്പകുത്താണ്. അജയ് സുധാകരനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഹിമാശങ്കരി, ലോകേഷ് അറുമുഖൻ, ടോം സ്കോട്ടും ഒക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. ഇവരുടെ പേരൊന്നും പരിചയമില്ല. ഇപ്പോൾ വായിച്ചപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ സിനിമയും വന്നതും പോയതൊന്നും അറിഞ്ഞില്ല. എന്താണോ എന്തോ ഈ സിനിമയുടെയൊക്കെ അവസ്ഥ. ഇതുപോലത്തെ മറ്റൊരു സിനിമയാണ് എല്ല്. ജോഷി സബാഷിനാണ് എൽ എന്ന സിനിമ സംവിധാനം ചെയ്തത്. സന്ധ്യ മനോജ്, ജോഷി കൃഷ്ണ, അമൃത മേനോൻ, അശ്വതി പിള്ളയൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും നേരത്തെ പറഞ്ഞ സിനിമയുടെ അതേ അവസ്ഥ തന്നെയാണ്. സിനിമ പൊട്ടി. അടുത്തത് ജീതു മാധവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഫഹദ് ഫാസിൽ ചിത്രമായ ആവേശമായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. 30 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 156 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വമ്പൻ വിജയം നേടിയിരുന്നു.
അടുത്തത് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമായിരുന്നു. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 81 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വമ്പൻ വിജയം നേടിയിരുന്നു. പക്ഷേ ഈ സിനിമ OTT-യിൽ വന്നപ്പോൾ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങി. അടുത്തത് രഞ്ജിത്ത് ശങ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജയ് ഗണേഷ് എന്ന സിനിമയായിരുന്നു. ഉണ്ണി മുകുന്ദൻ, മഹിമ നമ്പ്യാര്, ഹരീഷ് പെരടി, അശോകൻ, നന്ദു ഒക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 8.5 കോടി മാത്രമാണ് ഈ സിനിമ നേടിയത്. അടുത്ത സിനിമയുടെ പേര് ചാർ ചോർ എന്നാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് നിതിൻ നാരായണനാണ്. ശ്രീജിത്ത് രവിയും ശ്രീകാന്ത് വെട്ടിയാരും രാജേഷ് ഹെബ്ബാറും നാൻസി സേവ്യറുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമ റിലീസ് ചെയ്തിട്ട് ചോറ് തിന്നാനുള്ള വകുപ്പ് പോലും കിട്ടിക്കാനുള്ള ഈ ചിത്രം വന്നതും പോയതും ആരും അറിയില്ല. അടുത്ത സിനിമയുടെ പേര് ഉടനടി മംഗല്യം. വിഷ്ണു രതികുമാർ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ശ്രീദേവി ഉണ്ണികൃഷ്ണൻ, ലിബിൻ വർഗീസുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ഏപ്രിൽ 19 വന്നൊരു ചിത്രമായിരുന്നു തുരുത്തിമലയിലെ തിരുത്തലുകൾ. അരുൺ മുരളിയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. അമൽ ചാന്തും മുജീദ് റഹ്മാനുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പൊട്ടി. ഇതുപോലെ വന്നുപോയൊരു സിനിമയായിരുന്നു അഞ്ചാം വേദം. മുജീബ് ടി മുഹമ്മദ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. വിഹാൻ വിഷ്ണു, സുനു ലക്ഷ്മിയൊക്കെയായിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഡി. അടുത്തത് പഞ്ചവത്സര പദ്ധതി. ഈ സിനിമ സംവിധാനം ചെയ്തത് PG പെരുമാളായിരുന്നു. സിജു വിൽസണും കൃഷ്ണന്ത് മേനോനും നിഷാ സാരംഗുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയിലേക്ക് പൊട്ടി. അടുത്തത് വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ദിലീപ് നായകനായെത്തിയ പവി കെയർടേക്കർ എന്ന ചിത്രമായിരുന്നു. ശ്വേത കൊണ്ടെ, ജോണി ആന്റണി, രാധിക ശരത് കുമാറൊക്കെ ആയിരുന്നു ദിലീപിനോടൊപ്പം പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മോശം അഭിപ്രായമാണ് നേടിയത്. OTT പ്ലാറ്റ്ഫോം പോലും എടുക്കാത്ത രീതിയിൽ ഈ സിനിമ വൻ പരാജയമായി മാറുകയായിരുന്നു. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ OTT-ലെത്തിയത്. OTT എത്തിയപ്പോൾ കട്ട ട്രോള് ഈ സിനിമ ഏറ്റുവാങ്ങി. ദിലീപിന്റെ പഴയകാല കോമഡികൾക്കെതിരെ വൻ വിമർശനവും ഉണ്ടായിരുന്നു. അടുത്ത ബോംബ് പൊട്ടിച്ചത് ഡിജോജോ സാന്റണിയുടെ നേതൃത്വത്തിലായിരുന്നു. മലയാളി ഫ്രം ഇന്ത്യ എന്നായിരുന്നു സിനിമയുടെ പേര്. നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനും അനശ്വര രാജനുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമ റിലീസായപ്പോൾ കഥ കോപ്പിയടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും നല്ല രീതിയിലായില്ല. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഡിം പരാജയപ്പെട്ടു. അടുത്ത സിനിമയുടെ പേര് കാർബറീസ്. മമ്മി സെഞ്ചുറി ആയിരുന്നു ഈ സാഹസത്തിന് മുതിർന്നത്. സഹദ് രേജുവും ഷഫ്ന ഖാദറും ബോബൻ ആലിമൂടനുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയും എങ്ങും എക്കത്താതെ ബോക്സ് ഓഫീസിൽ പൊട്ടി. അടുത്തത് ലാൽ ജൂനിയറിന്റെ നേതൃത്വത്തിൽ പൊട്ടിച്ച ഒരു ഹെവി ബോംബായിരുന്നു നടികർ എന്നായിരുന്നു സിനിമയുടെ പേര്. ടൊവിനോ തോമസും ദിവ്യ പിള്ളയും ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, സൗബിൻ ഷായർ, ഷൈൻഡോ ജാക്കോ, ഇന്ദ്രൻസ്, അനൂപ് മേനോൻ തുടങ്ങി വലിയൊരു ടീം ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമ നിർമ്മിച്ചത് 40 കോടിക്കായിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും വെറും 5 കോടി രൂപയാണ് ഈ സിനിമ നേടിയത്. വൻ പരാജയമായിരുന്നു. തീർച്ചയായും പ്രൊഡ്യൂസർ കുത്തുപാള എടുത്ത് കാണും. അടുത്ത സിനിമയുടെ പേര് പുക എന്നാണ്. സംവിധാനം ചെയ്ത ആളുടെ പേര് അരുൺ അയ്യപ്പൻ എന്നാണ്. M സജീവും ജാനകി ദേവിയുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ. സിനിമ നിർമ്മിച്ചവരുടെയും ഈ സിനിമയിൽ അഭിനയിച്ചവരുടെയും കട്ടപ്പുകയാണ് പിന്നീട് കാണാൻ പറ്റും. അടുത്ത സിനിമയുടെ പേര് ആരോ എന്നാണ്. കരീമാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ജോജോ ജോർജും അനുമോളുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമ കാണാനും തിയേറ്ററിൽ ആരും വന്നില്ല എന്നാണ് കേട്ടത്. ഈ ചിത്രവും പൊട്ടി. അടുത്ത സിനിമയുടെ പേര് മാരിവില്ലിൻ ഗോപുരങ്ങൾ. അരുൺ ബോസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഇന്ദ്രജിത്ത് സുകുമാരനും ശ്രുതി രാമേന്ദ്രനും സർജാനോ കാൽദും വിൻസി അലോഷ്യസുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും നേരത്തെ പറഞ്ഞ സിനിമകളുടെ പൊട്ടിയ ലിസ്റ്റിലേക്ക് തന്നെ മാറ്റിവെക്കേണ്ടി വന്നു. ചിത്രം ഡീം. അടുത്ത സിനിമയുടെ പേര് പെരുമാനി. KB മജു ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. സണ്ണി വേന്, ലുക്മാൻ അവറാൻ, ദീപ തോമസ്, വിനയ് ഫോർട്ട്, രാധിക രാധാകൃഷ്ണൻ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയ്ക്ക് മോശമല്ലാത്ത അഭിപ്രായം ലഭിച്ചെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്ത സിനിമയുടെ പേര് സ്വീറ്റ് ചക്കര ഉമ്മ എന്നാണ്. സാഹിർ പത്താനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്ത് അഭിനയിച്ച് പരാജയപ്പെടുത്തിയത്. നമുക്കറിയാവുന്ന താരം മോളി കണ്ണമാലിയായിരുന്നു ഈ സിനിമയിലെ മറ്റൊരു അഭിനേത്രി. അടുത്തത് വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗുരുവായൂർ അമ്പല നടൽ എന്ന സിനിമയായിരുന്നു. പൃഥ്വിരാജ് സുകുമാരനും ബേസിൽ ജോസഫും നിഖില വിമലും അനശ്വര രാജനുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമ 15 കോടിക്കാണ് നിർമ്മിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 90 കോടി നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുണ്ട്. ഒരുപാട് പരാജയ സിനിമയ്ക്ക് ശേഷമുള്ള ഒരു ആശ്വാസ വിജയമായിരുന്നു മലയാള സിനിമയ്ക്ക് ഗുരുവായൂർ അമ്പലനടയിൽ. അടുത്ത സിനിമ കട്ടീസ് ഗ്യാങ്. അനിൽ ലാൽ എന്നാണ് സംവിധായകന്റെ പേര്. ഉണ്ണി ലാലു, അൽതാഫ് സലീമൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അധികം ഒന്നും പറയണ്ടല്ലോ. രതീഷ് ബാലകൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ. രാജേഷ് മാധവൻ, ചിത്ര നായർ, സുധീഷ്, ശരണ്യ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഭയങ്കര പരാജയമായി മാറി. അടുത്ത ദുരന്ത സിനിമയുടെ പേര് ഗു. മനു രാധാകൃഷ്ണനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഷൈജു കുറുപ്പും ദേവിക നന്ദിയും നിരഞ്ജ് മണി പിള്ള രാജുവും ഒക്കെയായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഈ സിനിമയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടി.
അതിനിടയിൽ ആരും അറിയാതെ വന്നുപോയ മറ്റൊരു ചിത്രമായിരുന്നു ഗാർഡിയൻ ഏഞ്ചൽ. സജു എസ് ദാസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. രാഹുൽ മാധവും ശോഭിക ബാബുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയെ നേരത്തെ പറഞ്ഞ പോലെ ആരും അറിയാതെ വന്നു പോയി. അടുത്തത് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്നായിരുന്നു സിനിമയുടെ പേര്. സനൂപ് സത്യനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. കലാഭവൻ ഷാജോൺ, അനുമോൾ, ബാലാജി ശർമ്മയും ഒക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. പക്ഷേ ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചില്ല. അടുത്തത് വൈശാഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ടർബോ എന്ന മമ്മൂട്ടി ചിത്രമായിരുന്നു. രാജ്ബി ഷെട്ടിയായിരുന്നു ചിത്രത്തിലെ പ്രധാന വില്ലൻ. അഞ്ജന ജയപ്രകാശ്, ശബരീഷ് വർമ്മ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. അടുത്ത സിനിമയുടെ പേര് മന്ദാകിനി. വിനോദ് ലീലയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ, ഗണപതിയൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന വേഷത്തിൽ. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ പക്ഷേ വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്തത് ജിസ്റ്റോയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തലവൻ എന്ന ചിത്രമായിരുന്നു. ബിജു മേനോൻ, ആസിഫ് അലി, മിയ ജോർജ്, അനുശ്രീ, ദിലീഷ് ബോധൻ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഇതൊരു വിജയ ചിത്രമായിരുന്നു. മഹേഷ് P. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കുടുംബസ്ത്രീയും കുഞ്ഞാടും. ധ്യാൻ ശ്രീനിവാസൻ, അന്ന രാജൻ, കലാഭൻ ഷാജോൺ ഒക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും നായകനെ കണ്ടാൽ അറിയാം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടത് തന്നെയായിരുന്നു. നാദൃശ്യയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോയും ദേവിക സഞ്ജയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും വമ്പൻ ഹൈപ്പിലായിരുന്നു വന്നതെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ പൊട്ടി. അതിനിടയിൽ വിപിൻ ആറ്റ്ലി സംവിധാനം ചെയ്ത പൊമ്പിളൈ ഉറമേ എന്നൊരു സിനിമ പുറത്തിറങ്ങിയിരുന്നു. ജിതിൻ പരമേശ്വരനും ശ്രീഷ്മ ചന്ദ്രനുമായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഡിം. മറ്റൊരു തോൽവി സിനിമയായിരുന്നു ദ മിസ്റ്റേക്ക് വു. മായ ശിവ എന്നായിരുന്നു സംവിധായകന്റെ പേര്. ഈ സിനിമ ഉണ്ടാക്കിയതും വലിയൊരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു. അടുത്ത സിനിമയുടെ പേരാണ് സ്വകാര്യം സംഭവബഹുലം. നാസർ ബദറുദ്ദീൻ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ജിയോ ബേബി, അനു ആന്റണി, ഷെല്ലി എൻ കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമ സംഭവബഹുലമല്ലായിരുന്നു, പക്ഷേ സ്വകാര്യമായിരുന്നു. ആരും അറിയാതെ വന്നുപോയി. ബോക്സ് ഓഫീസിൽ ഡിം. അടുത്ത സിനിമയുടെ പേര് ലിറ്റിൽ ഹാർട്സ്. ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാര്, ബാബുരാജ്, ഐമ റോഷി സബാസ്റ്റ്യൻ, ഷൈൻ ടോം ചാക്കോയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമ സംവിധാനം ചെയ്തത് ആൽബി ട്രീസ പോളും ആൻഡോ ജോസ് പെരേരയുമായിരുന്നു. ഈ സിനിമക്കും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല. സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്ത ചിത്രത്തിന്റെ പേര് അഭിരാമി. മുസ്താഖ് റഹ്മാൻ എന്നായിരുന്നു സംവിധായകന്റെ പേര്. ഗായത്രി സുരേഷ്, ഹരികൃഷ്ണ, റോഷൻ ബഷീർ, അമയ മാത്യു ഇവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുക തന്നെയായിരുന്നു. അടുത്തത് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു. സംജാദ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രഞ്ജിത്ത് സജീവ്, ദിലീഷ് പോത്തൻ, സണ്ണി വേൻ, അലൻസിയർ, സിദ്ദീഖ് തുടങ്ങിയവരൊക്കെയായിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും നല്ലൊരു പ്രതികരണം ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നു. ഈ സിനിമ ഒരു ആവറേജ് വിജയം നേടിയിട്ടുണ്ട്. അടുത്തത് ജമാലിന്റെ പുഞ്ചിരി എന്ന സിനിമയാണ്. വിക്കി തമ്പിയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഇന്ദ്രൻസ്, പ്രയാഗ മാർട്ടിൻ, മിഥുൻ രമേശ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചില്ല. അതിനിടയിൽ ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു മായമ്മ. രമേശ് കോരമംഗലമായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. വിജി തമ്പി, അഖിത വിനോദ്, അരുൺ ഉണ്ണി, ജയൻ ചേർത്തല തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും വന്നതും പോയതും ആരും അറിഞ്ഞില്ല. അടുത്ത സിനിമയുടെ പേര് ശ്രീ മുത്തപ്പൻ. ചന്ദ്രൻ അരിക്കോട് എന്നായിരുന്നു സംവിധായകന്റെ പേര്. മണിക്കുട്ടൻ, മധുബാല്, മീന നായർ, ജോയ് മാത്യു ഒക്കെയായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമക്കും വിജയിക്കാൻ സാധിച്ചില്ല. അതിനിടയിൽ ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു പുള്ളു റൈസിംഗ്. അമൽ നൌഷാദ് എന്നായിരുന്നു സംവിധായകന്റെ പേര്. സുജിത്, ഗോപിനാഥ്, ക്രിസ്റ്റീന സജി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്തത് TS സുരേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ ഒരു ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു DNA. മമ്മൂട്ടിയുടെ പെങ്ങളുടെ മകനായ അഷ്കർ സൗദാനായിരുന്നു സിനിമയിലെ നായകൻ. റായ് ലക്ഷ്മി, ഹന്ന റെജി കോശി, സ്വാസിക, അജു വർഗീസ്, ബേസിൽ ജോസഫ്, റിയാസ് ഖാൻ ഒക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. അടുത്ത സിനിമയുടെ പേര് ഗിർ. JK ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. കുഞ്ചാക്കോ ബുബൻ, സുരാജ് വഞ്ഞാറമൂട്, ശ്രുതി രാമചന്ദ്രൻ, അനഘ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഡിം. അതിനിടയിൽ ഇറങ്ങി ആരും അറിയാതെ വന്നൊരു സിനിമയായിരുന്നു K. ഷമീർ സംവിധാനം ചെയ്ത മുറിവി എന്ന ചിത്രം. അജയ് വാസുദേവ്, സോന ഫിലിപ്പ് ആയിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ആരും അറിഞ്ഞില്ല, വന്നതും പോയതും. അടുത്ത സിനിമയുടെ പേരാണ് ഒരു കഥ പറയും നേരം. ഫയസ് സിദ്ദീഖ് എന്നായിരുന്നു സംവിധായകന്റെ പേര്. റയാസ് സിദ്ദീഖ്, റോഷ്നി മാത്യു, ഗീത വിജയൻ, സീമാജി നായരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഡിം.
അടുത്തത് ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഉള്ളൊഴുക്ക് എന്ന സിനിമയാണ്. ഒരുപാട് നിരൂപക പ്രശംസ നേടിയ ചിത്രമായിരുന്നു ഇത്. ഊർവശിയും പാർവതി തിരുവോത്തുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നിരൂപക പ്രശംസ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. ഈ സിനിമ 4,46,00,000 മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. അടുത്തത് വിഷ്ണു നാരായണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നടന്ന സംഭവം എന്ന ചിത്രമായിരുന്നു. ബിജു മേനോനും സുരാജ് വെഞ്ഞാറമൂടും ശ്രുതി രാമചന്ദ്രനും ലിജിമോൾ ജോസുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്ത സിനിമയുടെ പേര് മത്ത്. രഞ്ജിത്ത് ലാൽ എന്നായിരുന്നു സംവിധായകന്റെ പേര്. ടിനി ടോമും സന്തോഷ് കീഴാറ്റൂരുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. സിനിമ ഡീം. അടുത്ത സിനിമയുടെ പേര് മോണിക്ക, ഒരു AI ലവ് സ്റ്റോറി എന്നായിരുന്നു. EM അഷ്റഫ് എന്നായിരുന്നു സംവിധായകന്റെ പേര്. ശ്രീപത് യാൻ, അപർണ മൾബറി, ഗോപിനാഥ് മുതുകാട്, സിനി അബ്രഹാം തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വന്നതും പോയതൊന്നും ആരും അറിഞ്ഞില്ല. അടുത്തത് GK പിള്ള എന്ന സംവിധായകൻ പുറത്തിറക്കിയ അങ്കിളും കുട്ടികളും എന്ന സിനിമയായിരുന്നു. GK പിള്ള തന്നെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്ത സിനിമയുടെ പേര് ഗഗനാചാരി. അരുൺ ചന്തു ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. അനാർക്കലി മരക്കാർ, ഗോകുൽ സുരേഷ്, അജു വർഗീസ്, KB ഗണേഷ് കുമാർ ഒക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വലിയ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്ത സിനിമയുടെ പേര് സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നായിരുന്നു. ജയസ്പാൽ ഷൺമുഖൻ എന്നായിരുന്നു സംവിധായകന്റെ പേര്. ധ്യാൻ ശ്രീനിവാസനും ജോയ് മാത്യുവും ഗൗരി നന്ദയുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി. പിന്നീട് ഇറങ്ങിയ സിനിമയുടെ പേര് ബിഗ് ബെൻ എന്നായിരുന്നു. ബിനോ ആഗസ്റ്റിനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. അനു മോഹൻ, അതിഥി രവി, വിനയ് ഫോർട്ട്, മിയ ജോർജ് ആയിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്ത ചിത്രത്തിന്റെ പേര് കുണ്ടള പുരാണം എന്നാണ്. സന്തോഷ് പുതുക്കുന്ന് എന്നായിരുന്നു സംവിധായകന്റെ പേര്. ഇന്ദ്രൻസ്, രമ്യ സുരേഷ്, ദിനീഷ് പ്രഭാകർ, ഉണ്ണി രാജ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചില്ല. അടുത്ത സിനിമയുടെ പേര് പാരഡൈസ്. പ്രസന്ന എന്നായിരുന്നു സംവിധായകന്റെ പേര്. റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ, മഹേന്ദ്ര പെരേര, ശ്യാം ഫെർണാണ്ടോ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്ത സിനിമയുടെ പേര് പട്ടാപ്പകൽ എന്നായിരുന്നു. സാജിർ സദഫ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. കൃഷ്ണ ശങ്കർ, അഷിക അശോകൻ, സുധി കോപ്പ, രമേഷ് പിഷാരടി തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ ബോംബായി മാറി. അടുത്തതായി പുറത്തിറങ്ങിയ സിനിമയുടെ പേരായിരുന്നു അതിനായക വധം. ദിനേശ് ഗംഗ എന്നായിരുന്നു സംവിധായകന്റെ പേര്. പ്രിയേഷ് എം, പ്രമോദ്, വൈഷ്ണവി, ബിബു തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വന്നതും പോയതും ഇപ്പോഴാണ് അറിഞ്ഞത്. അടുത്ത സിനിമയുടെ പേര് പാർട്ട്നേഴ്സ്. നവീൻ ജോൺ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ധ്യാൻ ശ്രീനിവാസന്, സാൻഡ ടിറ്റോസ്, കലാപൻ ഷാജോൺ ഒക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്ത സിനിമയുടെ പേര് എഴുത്തോല. സുരേഷ് ഉണ്ണികൃഷ്ണൻ എന്നായിരുന്നു സംവിധായകന്റെ പേര്. ശങ്കർ, ഹേമന്ത് മേനോൻ, നിഷാ സാരംഗ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയുടെയും വിധി മറ്റൊന്നല്ല, ചിത്രം പരാജയപ്പെട്ടു. പിന്നെ പുറത്തിറങ്ങിയ സിനിമയുടെ പേര് കുരുക്ക് എന്നായിരുന്നു. അഭിജിത്ത് നൂറാനി ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. അനിൽ ആൻഡോ, ബാലാജി ശർമ്മ, പ്രീത പ്രദീപ്, മീര നായർ എന്നൊക്കെയായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ച നടീനടന്മാരുടെ പേര്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് വന്ന സിനിമയുടെ പേരായിരുന്നു ഒരു സ്മാർട്ട് ഫോൺ പ്രണയകഥ. ചാർലി ജി തോമസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഹേമന്ത് മേനോൻ, നയന പ്രസാദ്, അശ്വതി അശോക്, പത്മരാജ് രതീഷ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയുടെയും വിധി മറ്റൊന്നല്ല, ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. തൊട്ടു പിന്നാലെ പരാജയപ്പെടാനായി തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമയായിരുന്നു കനകരാജ്യം. സാഗർ ഹരി എന്നായിരുന്നു സംവിധായകന്റെ പേര്. മുരളി ഗോപി, ഇന്ദ്രൻസ്, ലിയോണ ലിഷോയ്, ചോളി ചിറയത്ത്, ആതിര പട്ടേലൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വൻ പരാജയം ഏറ്റുവാങ്ങി. പിന്നെ വന്ന സിനിമയുടെ പേര് ഴ എന്നായിരുന്നു. ഗിരീഷ് PC ആയിരുന്നു ഴ സംവിധാനം ചെയ്തത്. മണികണ്ഠൻ R ആചാര്യ, നൈര നിഹാർ, നന്ദു ആനന്ദ്, സന്തോഷ് കീഴാറ്റൂർ തുടങ്ങിയവർക്കായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്ത സിനിമ കണ്ണാടിപ്പറമ്പിലെ കല്യാണ ആലോചന എന്ന ചിത്രമായിരുന്നു. ജിതിൻ ജിറ്റിക്സ് എന്നായിരുന്നു സംവിധായകന്റെ പേര്. ചിത്ര നായർ എന്ന നടിയായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്ത സിനിമ ഇടിയൻ ചന്തു. ശ്രീജിത്ത് വിജയൻ എന്നായിരുന്നു സംവിധായകന്റെ പേര്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ജയശ്രീ ശ്രീനിവാസ്, ലെന, ബിജു സോപാനം തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന വേഷത്തിൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. പിന്നീട് പുറത്തിറങ്ങിയ സിനിമയുടെ പേര് സമാധാന പുസ്തകം എന്നായിരുന്നു. റവീഷ് നാഥാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. സിജു വിൽസൺ, ലിയോണ ലിഷോയ്, മാത്യു തോമസ്, പ്രമോദ് വെള്ളിനാട് ഇവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. നിർഭാഗ്യവശാൽ ഈ സിനിമയും പരാജയപ്പെട്ടു. അടുത്ത സിനിമയുടെ പേര് വിശേഷം എന്നായിരുന്നു. സൂരജ് ടോം എന്നായിരുന്നു സംവിധായകന്റെ പേര്. ആനന്ദ് മധുസൂദനൻ, ചിന്നു തോമസ്, അൽതാഫ് സലീം, ദിലീഷ് പോത്തൻ ഒക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ സിനിമ നിരൂപക പ്രശംസ നേടിയിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല.
അടുത്ത ചിത്രം ലെവൽ ക്രോസ്. അർഫാസ് അയ്യൂബ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ആസിഫ്, അമല പോൾ, ഷറഫുദ്ദീൻ ഒക്കെയായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമ നല്ലൊരു നിരൂപക പ്രശംസ നേടിയിരുന്നു, പക്ഷേ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്തത് നമ്മുടെ മറിമായം ടീമിന്റെ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയായിരുന്നു. മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ, നിയാസ് ബക്കർ, രചന നാരായണൻകുട്ടി, സ്നേഹ ശ്രീകുമാർ തുടങ്ങി മറിമായം ടീം കംപ്ലീറ്റ് ഇതിലുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയിലായിരുന്നു ചിത്രം പുറത്തിറങ്ങിയത്. ഏകദേശം 3 കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമയായിരുന്നു ഇത്, പക്ഷേ ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് വിജയിക്കാൻ പറ്റിയില്ല. അടുത്ത സിനിമയുടെ പേര് സീക്രട്ട് എന്നായിരുന്നു. SN സ്വാമി ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ധ്യാൻ ശ്രീനിവാസൻ, അപർണ ദാസ്, ജേക്കബ് ഗ്രിഹരി തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ധ്യാൻ ശ്രീനിവാസൻ ഈ വർഷവും ഏറ്റവും കൂടുതൽ പരാജയ ചിത്രങ്ങളിലെ നായകൻ എന്ന റെക്കോർഡ് നിലനിർത്തിയിട്ടുണ്ട്. ഈ സിനിമയും പരാജയമായിരുന്നു. പിന്നീട് വന്ന സിനിമയുടെ പേര് പ്രാപ്പട എന്നായിരുന്നു. കൃഷ്ണേന്ദു കലേഷ് എന്നായിരുന്നു സംവിധായകന്റെ പേര്. രാജേഷ് മാധവൻ, കട്ടക്കി നാരായണൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരുടെ പേര്. ഈ സിനിമ പരാജയമായിരുന്നു. പിന്നെ വന്നത് ചെക്ക്മേറ്റ് എന്ന ചിത്രമാണ്. രതീഷ് ശേഖർ സംവിധായകൻ. അനൂപ് മേനോൻ, രേഖ ഹരീന്ദ്രൻ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ അനൂപ് മേനോൻ ചിത്രവും പരാജയമായിരുന്നു. അടുത്ത സിനിമയുടെ പേര് സിക്കാട എന്നാണ്. ശ്രീജിത്ത് ഇടവണ്ണ എന്നാണ് സംവിധായകന്റെ പേര്. രഞ്ജിത്ത്, സിയാർ, ഗായത്രി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. അടുത്ത സിനിമ സൂപ്പർ സിന്ദഗി. വിൻറ്റേജ് എന്നാണ് സംവിധായകന്റെ പേര്. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, പാർവതി നായർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ധ്യാൻ ശ്രീനിവാസൻ ഈ പ്രാവശ്യവും പ്രതീക്ഷ കാത്തു. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്ത സിനിമ ആഡിയോസ് അമ്മീഗോസ് ആയിരുന്നു. നഹാസ് നാസർ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്ത്. ആസിഫ് അലി, സുരാജ് വഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ, അനഘ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ലഭിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. അടുത്ത സിനിമയുടെ പേര് മകുടി എന്നായിരുന്നു. പൊന്നൂസ് ബ്രൈറ്റ് എന്ന സംവിധായകനായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. സുധീർ കരമന, അരിഷ്ടോ സുരേഷ്, കൊച്ചു തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ വിജയമുണ്ടാക്കിയില്ല. അടുത്ത സിനിമയുടെ പേര് മെമ്മറി പ്ലസ് എന്നായിരുന്നു. KT മൻസൂർ എന്നായിരുന്നു സംവിധായകന്റെ പേര്. അനീഷ് മേനോൻ, അനു ആന്റണി, സിമിനു സിജോ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും പരാജയമായിരുന്നു. പിന്നീട് വന്ന സിനിമയുടെ പേര് ഓർമ്മ ചിത്രം എന്നായിരുന്നു. ഹരികൃഷ്ണൻ, മാനസ, ശിവജി ഗുരുവായൂരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും വന്നതും പോയതും ആരും അറിഞ്ഞില്ല. ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നുണക്കുഴി. ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, നിഖില വിമൽ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, ബൈജു സന്തോഷ്, അജു വർഗീസ്, സൈജു കുറുപ്പ് തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 23 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു. അതിനിടയിൽ പുറത്തിറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു മാവോയിസ്റ്റ്. പ്രതാപ് ജോസഫ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. രതീഷ് സുന്ദർ, ശരത് ബഹൂൻ, കെവിൻ ഷുഹൈബ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. ആനന്ദ് മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വാഴ. സിജു സണ്ണി, അമിത് മോഹൻ, ജിയോമോൻ ജ്യോതിർ, അനുരാജ് ജോബി, അൻഷിത് അനു, സാഫ് ബ്രോസ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ 4 കോടി ബജറ്റിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ നിന്നും 40 കോടിയിലേറെ കളക്ഷൻ നേടി വിജയിച്ചിരുന്നു ഈ സിനിമ. അടുത്തത് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹണ്ട് എന്ന സിനിമയായിരുന്നു. ഭാവന, രഞ്ജി പണിക്കർ, ചന്തുനാഥ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. വലിയ പ്രതീക്ഷയിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു, പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. അടുത്തത് സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത ഫൂട്ടേജ് എന്ന സിനിമയായിരുന്നു. മഞ്ജു വാര്യർ, വൈശാഖ് നായർ, ഗായത്രി അശോക് തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. വൻ പ്രതീക്ഷയോടെ വന്ന ഈ സിനിമയും പരാജയമായിരുന്നു. അതിനിടയിൽ പുറത്തിറങ്ങിയ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു സിനിമയായിരുന്നു കർണിക. അരുൺ വെൺപാലയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. പ്രിയങ്ക നായർ, TG രവി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും വന്നതും പോയതും ആരും അറിഞ്ഞില്ല. അടുത്ത സിനിമയുടെ പേര് താനാര എന്നായിരുന്നു. ഹരിദാസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദീപ്തി സതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. പിന്നീട് വന്ന മീര ജാസ്മിൻ നായികയായ ചിത്രമായിരുന്നു പാലും പഴവും. VK പ്രകാശ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. മീര ജാസ്മിനോടൊപ്പം അശ്വിൻ ജോസ് ആയിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഈ സിനിമയും വൻ പ്രതീക്ഷയോടെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. അടുത്ത സിനിമയുടെ പേര് ഭരതനാട്യം എന്നായിരുന്നു. കൃഷ്ണദാസ് മുരളി ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. സൈജു കുറുപ്പ്, സായികുമാർ, സ്വാതി ദാസ് പ്രഭു, അഭിറാം തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ പക്ഷേ വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. അതിനിടയിൽ ഇറങ്ങിയ ഒരു ചെറിയ ചിത്രമായിരുന്നു ചുരുൾ. അരുൺ ജെ മോഹൻ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. പ്രമോദ് വെളിയനാട്, സോന അബ്രാം,
കലാഭവൻ ജിൻഡോ തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. അടുത്ത സിനിമയുടെ പേര് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്നായിരുന്നു. ഫൈസൽ ഹുസൈൻ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. വിനോദ് കോവൂറും നീമ മാത്യുവുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നിർഭാഗ്യവശാൽ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്ത സിനിമ മനോരാജ്യം. റഷീദ് പറക്കലായിരുന്നു സംവിധാനം ചെയ്തത്. ഗോവിന്ദ് പത്മസൂര്യയും രഞ്ജിത മേനോനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ചിത്രം പരാജയപ്പെടുകയായിരുന്നു. അടുത്ത സിനിമയുടെ പേര് പട്ടം എന്നായിരുന്നു. രജീഷ് രാജ എന്നായിരുന്നു സംവിധായകന്റെ പേര്. ചിറ്റു അബ്രഹാം, ലൈന രമേശ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ വന്നതും പോയതും ആരും അറിഞ്ഞില്ലായിരുന്നു. അടുത്ത സിനിമയുടെ പേര് സംഭവ സ്ഥലത്ത് നിന്നും എന്നായിരുന്നു. ഷിൻഡോ ഡേവിഡ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. സിൻസിയർ ദയാന, ഹമീദ്, ലാൽ ജോസ്, സുധീർ കരമന, സുനിൽ സുഗത തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും വന്നതും പോയതും ആരും അറിഞ്ഞില്ല. അടുത്തത് ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ARM എന്ന സിനിമയായിരുന്നു. ടൊവിനോ തോമസ് ട്രിപ്പിൾ റോൾ എത്തിയ ചിത്രമായിരുന്നു ഇത്. കീർത്തി ഷെട്ടി, ബേസിൽ ജോസഫ്, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 30 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 106 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വമ്പൻ വിജയം നേടിയിരുന്നു. അടുത്തത് ഡിഞ്ചിത്ത് അയ്യത്താന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയായിരുന്നു. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവനൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 75 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ വമ്പൻ വിജയം നേടിയിരുന്നു. അടുത്തത് ഉമർ ലുലുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാഡ് ബോയ്സ് എന്ന സിനിമയായിരുന്നു. റഹ്മാൻ, ബാബു ആന്റണി, ധ്യാൻ ശ്രീനിവാസൻ, ബിബിൻ ജോർജ്, അൻസൺ പൗള്, സെന്തിൽ കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. വമ്പൻ പ്രതീക്ഷയോടെ പുറത്തിറങ്ങിയ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും വെറും 1,76,00,000 മാത്രമാണ് നേടിയത്. സിനിമ വലിയ പരാജയമായിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ സിനിമയുടെ പേരായിരുന്നു ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. ഷബി ചൗകത്ത് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. റുഷിൻ കൈലാസ്, അബു സലീമി, ഇനയ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. പിന്നീട് കൊണ്ടാൽ എന്ന സിനിമ പുറത്തിറങ്ങി. അജിത് മാപ്പള്ളിയായിരുന്നു സംവിധായകൻ. ആന്റണി വർഗീസ്, ഗൗതമി നായരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചില്ല. പിന്നീട് പുറത്തിറങ്ങിയ സിനിമയുടെ പേരായിരുന്നു പ്രതിഭ ട്യൂട്ടോറിയൽസ്. അഭിലാഷ് രാഘവനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. സുധീഷ്, ജോണി ആന്റണി, നിർമ്മൽ പാലാഴി, അൽതാഫ് സലീം, അഞ്ജന തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. എന്നാൽ ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. കഥ ഇന്ന് വരെ എന്നൊരു സിനിമയാണ് പിന്നീട് പുറത്തിറങ്ങിയത്. വിഷ്ണു മോഹൻ എന്നായിരുന്നു സംവിധായകന്റെ പേര്. ബിജു മേനോൻ, മേതുൽ ദേവിക, നിഖില വിമൽ, അനു മോഹൻ, സിദ്ദിഖൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. എന്നാൽ ഈ സിനിമക്കും പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ മോശം അഭിപ്രായം നേടി പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ആക്രി കല്യാണം. ക്യാപ്റ്റൻ വിജയ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. നിർമ്മൽ പാലാഴി, ബിനിജ ചെലമ്പ്ര, ക്യാപ്റ്റൻ വിജയ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ സിനിമയുടെ പേരായിരുന്നു കുട്ടേട്ടൻ്റെ ഷിനിഗാമി. റഷീദ് പാറക്കലായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി, ചന്ദന അരവിന്ദൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. അതിനുശേഷം പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായൽ കപ്പാടിയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. കനി കുസൃതിയും ദിവ്യ പ്രഭയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമക്കും വിജയിക്കാൻ സാധിച്ചില്ല. അടുത്ത സിനിമയുടെ പേര് കപ്പ് എന്നാണ്. സഞ്ജു വി സാമുവൽ എന്നായിരുന്നു സംവിധായകൻ്റെ പേര്. മാത്യു തോമസ്, ബേസിൽ ജോസഫ്, നമിത പ്രമോദ്, അനിക സുരേഷ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. എന്നാൽ ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്തത് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്തിനി എന്ന സിനിമയായിരുന്നു. അമിത് ചക്കാലക്കൽ, വിനയ് ഫോർട്ട്, ആരാധ്യ നായർ, മോക്ഷ ഒക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ സിനിമക്കും മോക്ഷം കിട്ടിയില്ല. സിനിമ ബോക്സ് ഓഫീസിൽ പൊട്ടി. അടുത്ത സിനിമയുടെ പേര് ഗുമസ്തൻ എന്നാണ്. അമൽ കെ ജോബി ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ബിന്ദു സജീവ്, നിബിൻ നവാസ്, ആതിര രാജീവ്, ബിബിൻ ജോർജ്, ദിലീഷ് പോത്തനൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഹിറ്റ് വിജയം നേടിയിരുന്നു.
അടുത്ത സിനിമയുടെ പേര് കുമ്മാട്ടിക്കളി എന്നായിരുന്നു. RK വിൻസെന്റ് സെൽവി ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. മാധവ് സുരേഷ്, യമി സോന എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. പിന്നീട് വന്ന സിനിമയുടെ പേരായിരുന്നു ഒരു കട്ടിൽ ഒരു മുറി. ഷാനവാസ് K ബാവക്കുട്ടിയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഹക്കീം ഷാ, പൂർണിമ ഇന്ദ്രജിത്ത്, പ്രിയംവദ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് വന്ന സിനിമയുടെ പേര് കൂൺ എന്നായിരുന്നു. പ്രശാന്ത് ബി മോളിക്കലായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. അടുത്ത സിനിമയുടെ പേര് ലൊട്ടു ആൻഡ് മോണായി എന്നായിരുന്നു. TS അരുൺ ഗിലാഡി എന്നായിരുന്നു സംവിധായകന്റെ പേര്. പിന്നീട് വന്നത് പുഷ്പക വിമാനം എന്ന ചിത്രമായിരുന്നു. ഉല്ലാസ് കൃഷ്ണ എന്നായിരുന്നു സംവിധായകന്റെ പേര്. സിജു വിൽസൺ, ബാലു വർഗീസ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. അടുത്തതായി വന്നത് തെക്കു വടക്ക് എന്ന സിനിമയായിരുന്നു. പ്രേം ശങ്കർ ആയിരുന്നു സംവിധായകന്റെ പേര്. വിനായകൻ, സുരാജ് വഞ്ഞാറമൂട് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് വന്ന സിനിമയുടെ പേര് തണുപ്പ് എന്നായിരുന്നു. രാകേഷ് നാരായൺ എന്നായിരുന്നു സംവിധായകന്റെ പേര്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. അടുത്തത് അമൽ നീരദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബൊഗേൻ വില്ല എന്ന സിനിമയായിരുന്നു. കുഞ്ചാക്ക ബൊബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമയ്, വീണ നന്ദകുമാർ, ശൃന്ദ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം നേടിയിട്ടുണ്ട്. ഈ സിനിമ വിജയ സിനിമയായിരുന്നു. അടുത്ത ചിത്രത്തിൻ്റെ പേര് പൊറാട്ട് നാടകം എന്നായിരുന്നു. നൗഷാദ് സഫ്രോൺ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഷൈജു കുറുപ്പ്, ഐശ്വര്യ, മിഥുനൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് ജോജു ജോർജ് സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച പണി എന്ന ചിത്രമായിരുന്നു. ജോജുവിനോടൊപ്പം സാഗർ സൂര്യ, ജുനൈസ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്തൊരു അഭിപ്രായം ലഭിച്ചിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 25 കോടി മാത്രമാണ് കളക്ഷൻ നേടിയത്. ചിത്രത്തിനൊരു ആവറേജ് പ്രതികരണം നേടാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത സിനിമയുടെ പേര് കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്നായിരുന്നു. അക്ഷയ് അശോക് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ലുക്കുമാൻ അവറാൻ, വീണ നായർ, ആശാ മദത്തിൽ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്ത സിനിമയുടെ പേര് പാലോട്ടി 90s കിഡ്സ് എന്നായിരുന്നു. ജിതിൻ രാജ് പി ആയിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. അർജുൻ അശോകൻ, ബാലു വർഗീസ്, നിരഞ്ജന, അനൂപ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വിജയിക്കാതെ പോവുകയായിരുന്നു. പിന്നീട് ദയാഭാരതി എന്നൊരു സിനിമ പുറത്തു വന്നിരുന്നു. KJ വിജയകുമാർ ആയിരുന്നു സംവിധായകൻ. അപ്പാനി ശരത്ത്, ഹരിഹരൻ, നേഹ സക്സേന, കൈലാഷ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. ഈ സിനിമയും പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ത്രയം എന്നൊരു ചിത്രം പുറത്തിറങ്ങി. സഞ്ജിത്ത് ചന്ദ്രസേനനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. സണ്ണി വെയിൻ, ധ്യാൻ ശ്രീനിവാസൻ, അനാർക്കലി മരക്കാർ, അജു വർഗീസ്, സരയു മോഹനൊക്കെയായിരുന്നു ഈ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. എന്നാൽ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. നവംബർ 1 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഓഷാന. NV മനോജ് എന്നായിരുന്നു സംവിധായകന്റെ പേര്. ധ്യാൻ ശ്രീനിവാസൻ, വർഷ വിശ്വനന്ദ്, ബാലാജി, അൽതാഫ് സലീം തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ മറ്റൊരു സിനിമയായിരുന്നു ചാമ. സാമ്രാജ് നായർ എന്നായിരുന്നു ഈ സിനിമയുടെ സംവിധായകന്റെ പേര്. നസീഫ് ഒദായി, സനൂജ അബൂബക്കർ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഒരുപാട് പ്രതീക്ഷകളോടെ നവംബർ 7 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അയാം കാതലൻ. ഗിരീഷ് ഏടിയായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. നസ്ലിൻ K ഗഫൂറിൽ, ലിജിമോൾ ജോസ്, ദിലീഷ് പോത്തനൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പക്ഷേ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചു. നവംബർ 7 തന്നെ വന്ന മറ്റൊരു സിനിമയായിരുന്നു മുറ. മുഹമ്മദ് മുസ്തഫ എന്നായിരുന്നു സംവിധായകന്റെ പേര്. സുരാജ് വഞ്ഞാറമൂട്, കനി കുസൃതി, ഹൃദു, പാർവതി T തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പക്ഷേ ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വലിയ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. നവംബർ 8 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഒരു അന്വേഷണത്തിന്റെ തുടക്കം. MA നിഷാദ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഷൈൻ ടോം ജാഗോ, ദുർഗാകൃഷ്ണ, വാണി വിശ്വനാഥ്, സമുദ്രക്കന്നി തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നീട് സ്വർഗം എന്നൊരു സിനിമ പുറത്തിറങ്ങിയിരുന്നു. രജീഷ് ആന്റണി എന്നായിരുന്നു സംവിധായകന്റെ പേര്. ജോണി ആന്റണി, അജു വർഗീസ്, അനയ, തുഷാര പിള്ള തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പിന്നീട് ആനന്ദ് ശ്രീബാൽ എന്നൊരു പടം പുറത്തിറങ്ങി. വിഷ്ണു വിനയ് എന്നായിരുന്നു സംവിധായകന്റെ പേര്. അർജുൻ അശോക്, അപർണദാസ്, സൈജു കുറുപ്പ്, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, മാളവിക മനോജ് ഒക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമക്കും വലിയ ശ്രദ്ധ നേടാൻ സാധിച്ചില്ല. അതിനിടയിൽ ഈ ബന്ധം സൂപ്പറാണ് എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. N രാമചന്ദ്രൻ നായരായിരുന്നു സിനിമയുടെ സംവിധായകൻ. അബിൻ ജോസ്, ദേവിക രാജ്, മേജർ രവി, കുട്ടിയടുത്ത് വിലാസിനെയൊക്കെയായിരുന്നു സിനിമയിൽ അഭിനയിച്ചിരുന്നത്. നവംബർ 21 തന്നെ ഹലോ മമ്മി എന്നൊരു ചിത്രം പുറത്തിറങ്ങിയിരുന്നു. വൈശാഖ് എലൻസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഷറഫുദ്ദീനും ഐശ്വര്യ ലക്ഷ്മിയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. പക്ഷേ ഈ സിനിമയ്ക്ക് അധികം വിജയം നേടാൻ സാധിച്ചില്ല. പിന്നീട് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി. MC ജിതിൻ ആയിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ.
ബേസിൽ ജോസഫ്, നസ്രിയ നാസിനൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 55 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വിജയം നേടിയിരുന്നു. അടുത്ത സിനിമയുടെ പേര് ഞാൻ കണ്ടതാ സാറേ. വരുൺ പണിക്കറായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഇന്ദ്രജിത്ത് സുകുമാരൻ, മറീന മിഖായൽ കുരിശിങ്കൽ, അനൂപ് മേനോനൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു. നവംബർ 22 തയ്യാറായ സിനിമയായിരുന്നു പ്രേതങ്ങളുടെ കൂട്ടം. സുധീർ സാലിയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. സുധി കോപ്പ, സോനി അസീമൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് വന്ന സിനിമ രാമനും ഖദീജയും എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. ദിനേശ് പൂച്ചക്കാടായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഹരിശങ്കർ ഡി, അപർണ ഹരിയൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പിന്നീട് ഇതുപോലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി വന്ന മറ്റൊരു സിനിമയായിരുന്നു തുർക്കിഷ് തർക്കം. നവാസ് സുലൈമാൻ ആയിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. സണ്ണി വെയ്ന്, അനഘ, ലുക്മാൻ അവറാനൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അതിനുശേഷം വന്ന മറ്റൊരു സിനിമയായിരുന്നു ടു മെൻ ആർമി. നിസാർ അബ്ദുൽ ഖാദർ എന്നായിരുന്നു സിനിമയുടെ സംവിധായകൻ്റെ പേര്. ഷഹീൻ സിദ്ദീഖും ഇന്ദ്രൻസുമൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പിന്നീട് നവംബർ 23 പുറത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു കാട് വെട്ടിയ വിവരം ആദ്യം അറിഞ്ഞതു മരംകൊത്തിയായിരുന്നു എന്നൊരു സിനിമയാണ്. അശ്വിൻ ജോസാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അശ്വിൻ കൃഷ്ണ, വിഷ്ണു നാരായണൻ എന്നൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വ്യക്തികളുടെ പേര്. ഒരു ഡയറക്റ്റ് OTT സിനിമയാണ്. ഹെർ എന്നായിരുന്നു സിനിമയുടെ പേര്. ലിജിൻ ജോസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഊർവശി, പാർവതി തിരുവോത്ത്, ഐശ്വര്യ രാജേഷ്, രമ്യ നമ്പീശൻ, ലിജിമോൾ ജോസ് തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് മോശമല്ലാത്ത OTT അഭിപ്രായങ്ങൾ ലഭിച്ച് വരുന്നുണ്ട്. അടുത്ത സിനിമയുടെ പേര് ജമീലാൻ്റെ പൂവൻ കോഴി എന്നാണ്. ഷാജഹാൻ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. മിഥുൻ, നളിനി, ബിന്ദു പണിക്കരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നവംബർ 29 എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു കാലവർഷക്കാറ്റ്. ബിജു സി കണ്ണൻ എന്നാണ് സംവിധായകൻ്റെ പേര്. സന്തോഷ് കിയാറ്റൂര്, ലതാ ദാസ് ഒക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അടുത്ത സിനിമയുടെ പേര് കളമ 24. രാകേഷ് കൃഷ്ണൻ എന്നാണ് സംവിധായകൻ്റെ പേര്. അങ്കിത് ജോർജ്, ശിശിര റിലേഷ് ഒക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അടുത്ത സിനിമയുടെ പേര് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നാണ്. വിനീഷ് വിശ്വനാഥ് എന്നാണ് സംവിധായകൻ്റെ പേര്. അജു വർഗീസ്, സൈജു കുറുപ്പ്, ശ്രുതി സുരേഷ് ഒക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പിന്നീട് വന്ന മറ്റൊരു ചിത്രമായിരുന്നു വവ്വാലും പേരക്കയും. NV മനോജ് എന്നാണ് സംവിധായകൻ്റെ പേര്. സോണി ജോർജ്, ആദിര രാജ്, ജോവിൻ അബ്രഹാം ഒക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത സിനിമയുടെ പേരാണ് ഭാരതപ്പുഴ. മണിലാൽ എന്നാണ് സംവിധായകൻ്റെ പേര്. സിജി പ്രദീപ്, ഇർഷാദ്, ശ്രീജിത്ത് രവി, ജോലി ചിറത്തൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പിന്നീട് വന്ന മറ്റൊരു ചിത്രമാണ് കള്ളം. അനുരാം എന്നാണ് സംവിധായകൻ്റെ പേര്. ജിയോ ബേബി, കൈലാഷ് ഒക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് വന്ന മറ്റൊരു ചിത്രമാണ് രുതിരം. ജിഷോ ലോൺ എന്നാണ് സംവിധായകൻ്റെ പേര്. രാജ് ബി ഷെട്ടി, അപർണ ബാലമുരളിയൊക്കെയായിരുന്നു. പിന്നീട് ശ്വാസം എന്നൊരു ചിത്രം പുറത്തിറങ്ങിയിരുന്നു. സന്തോഷ് കിയാറ്റൂരും നീന കുറുപ്പും ഒക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ആഷി കപൂറിന്റെ സംവിധാനത്തിൽ ഡിസംബർ 19 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു റൈഫിൾ ക്ലബ്ബ്. വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, അനുരാഗ് കശ്യപ്, സുരഭി ലക്ഷ്മി, ദർശന രാജേന്ദ്രൻ, സുരേഷ് കൃഷ്ണ, വിനീത് കുമാർ തുടങ്ങി വലിയൊരു താരനിരയുള്ള സിനിമയായിരുന്നു. ആഷി കപൂറിന്റെ ഒരുപാട് നാളത്തെ സംവിധാന ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ സിനിമ ഇതുവരെ ബോക്സ് ഓഫീസിൽ നിന്നും 15 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി പ്രദർശനം തുടരുകയാണ്. ഡിസംബർ 19 എത്തിയ മറ്റൊരു സിനിമയായിരുന്നു ED എക്സ്ട്രാ ഡീസന്റ്. അമീർ പള്ളിക്കലാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. സുരാജ് വഞ്ഞാറമൂട്, ഗ്രേസ് ആന്റണി, വിനയ് പ്രസാദ്, ശ്യാം മോഹനൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയും പ്രദർശനം തുടരുന്നു. അടുത്തത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം നേടി ഇപ്പോഴും പ്രദർശനം തുടരുന്ന മാർക്കോ എന്ന സിനിമയാണ്. ഉണ്ണി മുകുന്ദനാണ് സിനിമയിലെ നായകൻ. സിദ്ദിഖ്, ജഗദീഷ്, അഭിമന്യു, കബീർ ദുഹാൻ, ആൻസൺ പോള്, ശ്രീജിത്ത് രവി തുടങ്ങി വലിയൊരു താരനിരയുള്ള ചിത്രമാണിത്. ഏകദേശം 30 കോടി ബജറ്റ് കണക്കാക്കപ്പെടുന്ന ഈ സിനിമ ഇതുവരെ ബോക്സ് ഓഫീസിൽ നിന്നും 64 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി പ്രദർശനം തുടരുകയാണ്. മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ഇനിയും ഒരുപാട് കളക്ഷൻ നേടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അടുത്തത് ഡിസംബർ 25 നമ്മുടെ സാക്ഷാൽ മോഹൻലാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ബറോസ് എന്നാണ് സിനിമയുടെ പേര്. മോഹൻലാലിന്റെ ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തിൽ നിന്നും സംവിധാന രംഗത്തേക്ക് കടക്കുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു പ്രേക്ഷകർക്ക്. മോഹൻലാൽ തന്നെ നായകനായി എത്തുന്ന ഈ സിനിമയിൽ വിദേശ താരങ്ങൾ ഉൾപ്പെടെ വലിയ താരനിരയുണ്ട്. വമ്പൻ ബജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചത്. പക്ഷേ സിനിമയുടെ റിലീസിന് ശേഷം അത്ര നല്ല പ്രതികരണമല്ല പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. മോശം അഭിപ്രായമാണ് ഇപ്പോൾ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സിനിമ ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട്. ഇത്രയും സിനിമകളാണ് ഈ വർഷം പുറത്തിറങ്ങിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ബോക്സ് ഓഫീസ് കളക്ഷൻ കാര്യത്തിലും OTT റൈറ്റ്സിന്റെ കാര്യത്തിലുമൊക്കെ നേടിയ കളക്ഷന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങൾ തീർച്ചയായും ഉണ്ടാകും. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ.